ഫ്രിഡ്ജിൽ യുവതിയുടെ മൃതദേഹം പ്രതി ബംഗാളിലെന്ന് മന്ത്രി. ബംഗളൂരു 29 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം 30 കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞതായി ആഭ്യന്തരമന്ത്രി. ഓരോരോ കേസുകൾ. ഇത് ഭയങ്കര വൈറലാണല്ലോ. അപ്പാർട്ട്മെൻറ്റിൽ പൂക്കളം നശിപ്പിച്ച യുവതിക്കെതിരെ കേസ്. ബംഗളൂരു ഓണപ്പൂക്കളം നശിപ്പിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട സ്വദേശിനിക്ക് എതിരെ പോലീസ് കേസെടുത്തു. തനിസന്ദ്ര അപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ എന്തായാലും ഒരു ഓണം മാവേലി വേഷം കിട്ടിയിട്ട് ഇത്ര ഫേമസ് ആയിട്ടില്ല. ഈ പെണ്ണ് പൂക്കളം നശിപ്പിച്ചിട്ട് എത്ര പെട്ടെന്നാണ് ഇത്ര ഫേമസ് ആയത്. എല്ലാ പത്രത്തിലും വന്നു, എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുന്നു. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായാണ് കുട്ടികൾ നേതൃത്വത്തിൽ പൂക്കളം ഒരുക്കിയത്. പുലർച്ചെ 4-ന് പൂക്കളം പൂർത്തിയാക്കി. നിമിഷങ്ങൾക്കകമാണ് നശിപ്പിച്ചത്. അത് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. കോമൺ ഏരിയയിൽ പൂക്കളം ഇട്ടത് ചോദ്യം ചെയ്തതിനാണ് ആ യുവതി പൂക്കളം നശിപ്പിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ഓണം ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇപ്പം കേരള സമാജം മല്ലേശ്വരം സോൺ ഓണാഘോഷം ബാംഗ്ലൂർ കേരള ഇത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഓണാഘോഷം തന്നെ ഉള്ളല്ലോ. ബാംഗ്ലൂരിൻ്റെ മെയിൻ വിശേഷം ഓണം തന്നെയാണല്ലോ. പിന്നെ മെയിനായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, 35 രൂപ സവാള നൽകി NCCF. ബംഗളൂരു വില കുതിച്ചു വരുന്നതിനിടെ കിലോക്ക് 35 രൂപ നൽകി സവാള വിൽപ്പന ആരംഭിച്ച് ദേശീയ കൺസ്യൂമർ ഫെഡറേഷൻ. ഒരാൾക്ക് പരമാവധി 2 കിലോ സവാളയാണ് നൽകുക. നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി 15 മൊബൈൽ വാനുകളിലാണ് വിൽപ്പന നടത്തുന്നത്. സവാളക്ക് വില കൂടിയില്ലേ? ഞാൻ കുറച്ച് ദിവസമായി പച്ചക്കറി വാങ്ങിയിട്ട്. സവാളക്ക് 70-80 രൂപയായി. ഇപ്പോൾ 35 രൂപയൊക്കെ കിട്ടുമെന്ന് അല്ലാക്കറിയാം. ഇതൊക്കെ വെറുതെ പത്രം കിട്ടുന്നതാണോ അറിയില്ല. നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഒരൊറ്റ പേജാണെങ്കിലും കൊലയും അടിപിടിയും കച്ചറയും ഓണവും ഒക്കെ ഉണ്ട്. എന്താണ്, നിങ്ങൾക്ക് പത്രം വായിക്കാറുണ്ടോ? എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുണ്ടായ ഏറ്റവും വലിയ വാർത്തയാണ് നമ്മളെ ഈ പൂക്കളം എല്ലാം കൂടിയും നശിപ്പിച്ചെന്നുള്ളൊരു വാർത്തയും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം മെയിനായിട്ടുണ്ടായൊരു വാർത്തയാണ് ഫ്രിഡ്ജിൽ യുവതിയുടെ മൃതദേഹം. ബംഗാളിലേക്കാണ് അയാൾ ഓടിപ്പോയത്. ഒരു മാള് ജീവനക്കാരിയാണ് നെൽമംഗള സ്വദേശിയായ അവരെ വെട്ടി നുറുക്കി 30 കഷ്ണങ്ങളാക്കിയത്. ഇനി ഒരുപാട് വാർത്ത ഉണ്ട്. എല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ തല ഇറങ്ങി നോക്കും. എന്തായാലും ബാംഗ്ലൂരിൽ ഒരുപാട് വാർത്തകളുണ്ട് കേട്ടോ. നമ്മളെ ചുറ്റും നമ്മളറിയാത്തതും അറിയുന്നതൊക്കെ ആയിട്ട് എല്ലാവരും കയ്യിൽ നിന്നൊക്കെ ഒന്ന് പത്രം വായിക്കുക, ന്യൂസ് ആയിട്ടൊന്ന് കണക്റ്റഡ് ആവുക. പിന്നെ ഇടയ്ക്ക് ഞാനും വായിക്കും. നമ്മളതെല്ലാവർക്കും കേൾപ്പിച്ചു തരും. അപ്പം ഹാവ് എ ഗുഡ് ഡേ.